And I say to Qatar and all nations who harbor terrorists, you either expel them or you bring them to justice. Because if you don't, we will. ഞാൻ ഇനിയും അടിക്കും. അത് ഖത്തർ എന്നല്ല, എവിടെ വേണമെങ്കിലും ഒരു യുദ്ധനീതിക്കും നിരക്കാത്ത രീതിയിൽ അടിക്കണമെങ്കിൽ ഞാൻ അടിക്കും. അത് നിങ്ങൾ ആര് പറഞ്ഞിട്ടും കാര്യമില്ല, വി വിൽ. അതാണ് നെതന്യാഹു ഇന്നലെ പറഞ്ഞത്. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വെച്ച് തരാം. അതിൽ കുറച്ച് കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Now the various countries of the world condemn Israel. They should be ashamed of themselves. What did they do after America took out Osama bin Laden? Did they say, oh, what a terrible thing was done to Afghanistan or to Pakistan? No, they applauded. They should applaud Israel for standing and up to these same principles and carrying them out. And I say to Qatar and all nations who harbor terrorists, you either expel them or you bring them to justice. Because if you don't, we will. ഇതിൽ പറഞ്ഞ കാര്യം വേറൊന്നുമല്ല. അമേരിക്ക ഉസാമ ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും ഒക്കെ ഒരു യുദ്ധനീതി ഇല്ലാണ്ട് തന്നെ അവിടെ പോയിട്ട് അവർ അടിച്ചു, അയാളെ കൊന്നു. അപ്പം അതുപോലെ തന്നെ അന്ന് വേൾഡ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ എടുത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അപലപിച്ചില്ല? അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ചെയ്തതും, ഞങ്ങൾ ഹമാസിന്റെ നേതാക്കൾക്കെതിരെ അവിടെ പോയിട്ട് ഞങ്ങൾ അടിച്ചു വന്നു. അതിനി ഖത്തർ എന്നല്ല, ഏത് അറബിക് രാജ്യങ്ങളിലും ഇപ്പം ഇതുപോലത്തെ ഹമാസോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇസ്രായേലിന് ത്രെട്ടായിട്ട് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും അത് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങളായിട്ട് അവരെ പിടിക്കണം, അതല്ലെങ്കിൽ നിങ്ങളായിട്ട് അവരെ പുറത്താക്കണം, അതല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും. അതെപ്പോഴാണെങ്കിലും ഏതാണെങ്കിലും ആരോടും ചോദിക്കില്ല എന്നാണ് നെതന്യാഹു ഇന്നലെ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഉള്ളടക്കമല്ല, പച്ചക്ക് പറഞ്ഞ കാര്യം. ഇതിൽ നമ്മൾ 2-3 വീഡിയോ ഒക്കെ ചെയ്തു, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇറാൻ ഇവിടെ ആക്രമിച്ചു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു ആക്രമണം നടന്ന സമയത്ത് നമ്മൾ കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ രണ്ടുപേരും അടിച്ചു. അവസാനം അമേരിക്കൻ തന്നെ പോയിട്ട് അമേരിക്കയുടെ ബോംബർ ജെറ്റുകൾ പോയിട്ട് ഇറാനിലെ ആണവോർജ സ്ഥലം അത് ഇല്ലാണ്ടാക്കാൻ ട്രൈ ചെയ്തു അല്ലേ. യുറേനിയം അത് സമ്പുഷ്ടീകരിക്കുന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് അവർ ബോംബിങ് ഇട്ടു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇറാൻ അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ മാറ്റിയിരുന്നു. അതുമാത്രമല്ല, ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന വിവരം വരെ അമേരിക്ക ഇറാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെയാണ് ഇറാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതും. അതിനുശേഷം അമേരിക്ക തന്നെ പോയിട്ട് അവിടെ ബോംബിടുന്നു. അതിനുശേഷം ഇറാൻ പോയിട്ട് അമേരിക്കനോട് പറയുന്നു, നിങ്ങളുടെ ഏറ്റവും വലിയ ബേസ് ആയിട്ടുള്ള ഖത്തറിലെ സൈനിക ബേസിൽ ഞങ്ങളിതാ ഒരു ബോംബിടുന്നുണ്ട്, ഓക്കെ ഇട്ടോളൂ. അവിടെ കൊണ്ട് ബോംബിടുന്നു. തിരിച്ച് ഒരു പ്രതികരണവും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. അവിടെ അങ്ങനെ അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഖത്തറിൽ എല്ലാവർക്കും അറിയാം, അവിടെ ഒരു ഹമാസിൻ്റെ ഒരു യോഗം നടക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് എന്തായാലും അറിയാം അവിടെ ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കൂടിക്കാഴ്ച അവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് അമേരിക്കനെ അറിയിച്ചുകൊണ്ട് തന്നെ നെതന്യാഹു ഇവിടെ വന്നിട്ട് ആ സ്ഥലത്ത് 10 ബോംബാണ് അവിടെ ഇടുന്നത്. ഈ സ്ഥലത്ത് 5 പേര് മരിച്ചു. ഹമാസിൻ്റെ 5 നേതാക്കൾ അവിടെ മരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ഓൾറെഡി അമേരിക്കൻ വക്താവ് തന്നെ വന്ന് പറഞ്ഞു, ഇത് ഞങ്ങൾ ഖത്തറിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഖത്തർ തള്ളിക്കളഞ്ഞു. എങ്കിലും നെതന്യാഹു അമേരിക്കനെ അറിയിച്ചിട്ടുണ്ട്, അമേരിക്ക ഖത്തറിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോഴും നെതന്യാഹു പറയുന്ന കണക്ക് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഖത്തറിനെ ആക്രമിച്ചിട്ടില്ല. ആ ഒരൊറ്റ അപ്പാർട്ട്മെന്റ് ഒരു ഏരിയ മാത്രം ഞങ്ങൾ ആക്രമിച്ചു. അവിടെ ഹമാസിന്റെ നേതാക്കൾ ഉണ്ടായിരുന്നു. നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ കോമൺ നടുവിലൊരാളുണ്ട്, നമ്മുടെ വലിയേട്ടനായിട്ടുള്ള ട്രംപണ്ണൻ അല്ലേ. നിങ്ങൾ ഏത് യുദ്ധം എടുത്തോ, നിങ്ങൾ ഏതെടുത്തോ, സിറിയ ഇഷ്യൂ, സിറിയയിൽ പോയിട്ട് സിറിയ ഈ പറഞ്ഞ ഇസ്രായേൽ ഇഷ്യൂ, അവിടെ ആരായിരുന്നു മധ്യസ്ഥൻ നല്ല രീതിയിൽ, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ പ്രസിഡന്റിനെ കൊടുത്തു, അല്ലെങ്കിൽ ഇതിനെ മധ്യസ്ഥം വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കളിച്ചതാരായിരുന്നു? അവിടെയും അമേരിക്ക, ട്രംപ് തന്നെ ഉണ്ടായിരുന്നു. അറബ് ലീഗിൻ്റെ സമയത്ത് നമുക്കറിയാം, ആദ്യമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു US പ്രസിഡന്റ് ഒരു സിറിയൻ എന്താ പറയുക പ്രസിഡന്റുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നു. അവരെ ഞങ്ങൾ കാത്തോളാം എന്നുള്ള ഉറപ്പ് വരെ കൊടുത്തിട്ടാണ് ഈ അറബ് ലീഗിന്ന് അന്ന് ട്രംപ് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഇസ്രായേലിനെടുത്തോ, ഇസ്രായേലിൻ്റെ ചുറ്റുപാടുള്ള എത്ര രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളിലെല്ലാം ഇസ്രായേൽ എന്നും, അതായത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളാണ് ഹൂത്തികൾ, ഹിസ്ബുള്ള, ഈ പറഞ്ഞ സിറിയയിൽ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം യമനിൽ അടിക്കുന്നുണ്ട് അല്ലേ. യമനിലെ ഹൂത്തികൾക്കെതിരെ യമനിൽ എപ്പോഴും കഴിഞ്ഞ ദിവസം ഇന്നലെയും പോയി യമനിൽ അവർ ബോംബിങ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് സിറിയയിൽ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ലെബനോനിൽ അടിക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് എന്താ പറയുക മൊറോക്കോ, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അയൽപക്കത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ച് ചെറിയ ചെറിയ അടികൾ തിരിച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒക്കെ പിന്നെ ഒരു മൗന സമ്മതമായിട്ട് നിൽക്കുന്ന ഒരാളാരാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അത് അമേരിക്ക ആയിരിക്കും. ഏതൊരു ഇസ്ലാമിക് കൺട്രി എടുത്തോ, സ്പെഷ്യലി GCC കൺട്രി എടുത്തോ, ഈ കൺട്രീസിന് എല്ലാവർക്കും കാശുണ്ട്. അവർക്ക് പെട്രോൾ ആയിട്ടും CNG ആയിട്ടും ഇഷ്ടം പോലെ പൈസ ഉണ്ട്. പക്ഷേ ആകെ 20, 30, 40 ലക്ഷം മാത്രം ജനങ്ങളുള്ള ഒരു ചെറിയ ചെറിയ പ്രദേശങ്ങൾ മാത്രം പൈസ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സൈന്യ സന്നാഹം അവർക്ക് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ ബോംബിട്ട് കഴിഞ്ഞാൽ തന്നെ മൊത്തം ഏരിയയിൽ
അതിൻ്റെ എഫക്റ്റ് വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അടുത്തുനിന്ന് അമേരിക്കക്ക് കാശ് കൊടുത്ത് അമേരിക്കക്ക് ദശലക്ഷ കോടി പൈസ കൊടുത്തിട്ട് അവിടെ ബേസ് വെച്ച് ഇയർലി കാശ് കൊടുത്ത് അവിടെ അവരിങ്ങനെ വെച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോ, അത് ഖത്തർ എടുത്തോ, നിങ്ങൾ UAE എടുത്തോ, നിങ്ങൾ സൗദി എടുത്തോ, ഈ സ്ഥലങ്ങളിലെല്ലാം സൈനിക ബേസ് അമേരിക്കയുടെ. ഇവരെല്ലാം വാങ്ങിക്കുന്ന ആയുധങ്ങളും അമേരിക്കയുടെ. നമ്മൾ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്തിട്ട് അവിടെ ആയുധങ്ങളും ഫൈറ്റർ ജെറ്റുകളും വാങ്ങിച്ച് വെച്ചിട്ടുള്ള അറബി കൺട്രീസാണ്. അത് ഇയർലി അവരുടെ അവിടുത്തെ ഒരു ബേസ് വെക്കാൻ വേണ്ടിയിട്ട് എത്ര കാശ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ അറബിക് രാജ്യങ്ങളെ എന്നും തമ്മിലടുപ്പിച്ച് അതല്ലെങ്കിൽ അവിടെ എപ്പോഴും ഒരു ഇഷ്യൂ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ മധ്യസ്ഥൻ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇവരെ പരസ്പരം അടുപ്പിക്കുന്നത് നമ്മളിപ്പം, അതായത് നമുക്ക് പണ്ട് ചെറുപ്പത്തിൽ നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഈ യുദ്ധത്തിൻ്റെ ന്യൂസും ഇതിൻ്റെ കാര്യങ്ങളും ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ട് അമേരിക്ക ലോക പോലീസായിട്ട് നിൽക്കുന്നത്? അമേരിക്ക തന്നെ അടുപ്പിക്കും, അമേരിക്ക തന്നെ ഇടയിൽ സൗഹൃദം പറയാൻ വരും, അത് കഴിഞ്ഞ് അമേരിക്ക തന്നെ പരസ്പരം വീണ്ടും അടുപ്പിക്കും. എന്നിട്ട് അമേരിക്കയുടെ കയ്യിലുള്ള ആയുധങ്ങൾ, അമേരിക്കയുടെ കയ്യിലുള്ള ടെക്നോളജീസ്, അമേരിക്കയുടെ സൈനിക ബേസുകൾ ഈ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് സ്ഥാപിച്ചിട്ടിരിക്കും. എന്നും അമേരിക്കയ്ക്ക് അതൊരു ബിസിനസ് മാത്രമാണ്. ഇങ്ങനെ പരസ്പരം ഇവർ അടുപ്പിച്ച് ഇതിൽ 4 ആൾ മരിച്ചാലോ 4 ആൾ ഇല്ലാണ്ടായാലും അതിൻ്റെ ഇടയിൽ എപ്പോഴും അമേരിക്കയ്ക്ക് അത് ബിസിനസ് മാത്രമാണ്. പിന്നെ ഇസ്രായേൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹു ഈ പറഞ്ഞ പലസ്തീനിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പിന്നെ തന്നെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഈ രാജ്യങ്ങളിലൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഈ സ്ഥലങ്ങളിലൊക്കെ കംപ്ലീറ്റ് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് നെതന്യാഹു ചെയ്യുന്നത്. ഇവരുടെ ഒരു സയനിസ്റ്റ് ആശയം തന്നെ ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു പൂർണ്ണ ഇസ്രായേൽ എന്നുള്ള ഒരു കംപ്ലീറ്റ് ആശയം തന്നെ അവർക്കുണ്ട് അല്ലേ. നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വിശാല ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഒരു തിയറി അല്ലെങ്കിൽ അവരൊരു സയനിസ്റ്റ് ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇപ്പം നിൽക്കുന്ന ഇസ്രായേലും ലെബനോൻ്റെ കുറേ ഭാഗങ്ങളും സിറിയയുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ഭാഗം, കുവൈറ്റിയുടെ ഭാഗം, ഈ ഖത്തറിൻ്റെ ഭാഗം, ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ചേർന്നിട്ടാണ് ഈ വിശാല ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ലോകക്രമത്തിലും മറ്റ് പല ഇൻ്റർനാഷണൽ ലോയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഈ രീതിയിൽ ഒരു വിശാല ഇസ്രായേൽ നീക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇസ്രായേലിന് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പേടിപ്പിച്ച് നിർത്തി അവരുടെ ഒരു കൺട്രോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുവരിക, അത് വിത്ത് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി. ഇവിടെ ഇസ്രായേലിൻ്റെ ചിന്തയിൽ നമ്മൾ പറഞ്ഞത് അവർക്ക് ത്രെട്ടായിട്ട് നിൽക്കുന്നു എന്ന് അവർ സ്വയം പറഞ്ഞു പരത്തുന്ന ഇത്രയും രാജ്യങ്ങളെ അവർ അറ്റാക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഒരു വിശാല ഇസ്രായേലിൻ്റെ ഒരു വിദൂര കാഴ്ച അവർ കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങൾ, അറബിക് കൺട്രീസിനെല്ലാം അവരുടെ പരിധിയിൽ നിർത്താനുള്ള, പേടിപ്പിച്ച് നിർത്താനുള്ള അവരുടെ ഒരു മാർഗം. അതിൻ്റെ കൂടെ പിന്നെ അവർ കാണുന്നതാണ് ഹമാസ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ 2 വർഷത്തിൻ്റെ മേലായിട്ട് ഇത്ര പോകുന്ന ഗാസ സ്ട്രിപ്പ് എന്ന ഒരു ഹമാസ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇതുവരെ പിടിച്ച് തീർത്തുകളെ അവർക്ക് പറ്റിയിട്ടില്ല. അവിടുത്തെ ആളുകളെ ദിവസം കൊന്നൊടുക്കുക എന്നല്ലാണ്ട് ഹമാസിനെ കംപ്ലീറ്റ്ലി ഇതുവരെ അവർക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഇപ്പോഴും ബന്ദികൾ, 100ഓളം ബന്ദികൾ ഇപ്പോഴും അവരുടെ കയ്യിൽ, ഹമാസിൻ്റെ കയ്യിലാണുള്ളത്. എവിടുന്ന് എങ്ങനെയെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇത്രയും വലിയ ശക്തിയും കാര്യങ്ങളും വലിയേട്ടനായിട്ടുള്ള അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ആൾക്കാരെ കൊന്നൊടുക്കുക എന്നുള്ള ഹമാസിനെ തീർക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവർക്ക് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹമാസിൻ്റെ നേതാക്കൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവരുടെ നേതാക്കളെ കൊന്നൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എത്ര നേതാക്കളെ കൊന്നൊടുക്കിയാലും ഹമാസ് വീണ്ടും അടുത്ത ഒരു ആളെ സ്ഥാനത്തോട്ട് ഇട്ടിട്ടാണ് ഹമാസ് ഇത്രയും കഴിഞ്ഞ 2 വർഷം മുന്നോട്ട് പോകുന്നത്. ഇതും ഇസ്രായേൽ ഒരു ഫെയിലിയർ തന്നെയാണ്. ആ ഫെയിലിയർ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് ഇവിടെ ചെന്നിട്ടും, അതായത് നമ്മുടെ ഗസയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും അതിൻ്റെ കൂടെ ഇപ്പം ഖത്തർ പോലത്തെ സ്ഥലങ്ങളിലോട്ടും ഇറാൻ പോലത്തെ സ്ഥലങ്ങളിലോട്ടും ഒക്കെ ബോംബിട്ട് അവരുടെ അരിശം തീർക്കുന്ന ഒരവസ്ഥ. ഇതാണ് ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ ഉള്ളിലെ ഒരു ചിന്ത, അല്ലെങ്കിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഈ പറഞ്ഞ ഇത്രയും കണ്ണുചോരല്ലാണ്ട് അല്ലെ മനുഷ്യത്വപരം ഒത്തിരി പോലും മനുഷ്യത്വമില്ലാണ്ട് അവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഏറ്റവും കൂടുതൽ പരസ്പരം ആളെ തെറ്റിച്ച് സ്വന്തം ബിസിനസ്, ട്രംപിന് സ്വന്തം പേഴ്സണൽ ബിസിനസ്സും കൂട്ടത്തിൽ അമേരിക്കയുടെ ആയുധങ്ങളും അമേരിക്കയുടെ ടെക്നോളജിയും വിറ്റ് പോകുന്ന, ഏറ്റവും കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതും നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ വേറൊരു രാജ്യമല്ല, അത് ഈ പറഞ്ഞ അറബിക് കൺട്രീസാണ്. അത് എന്നും ട്രംപിനെ അതോട് ഒതുക്കി വെക്കണം. അതിന് ട്രംപ് എന്നല്ല, അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലോക പോലീസ് കൾച്ചർ അത് അവർ എന്നും ഈ പറഞ്ഞ ഇസ്ലാമിക് കൺട്രീസിനെ പരസ്പരം അടുപ്പിച്ച് അമേരിക്ക അവരുടെ പേഴ്സണൽ ലാഭം, അവരുടെ കൺട്രിയുടെ ലാഭം, അവരുടെ ലോക പോലീസ് എന്ന സ്ഥാനം അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലും പറഞ്ഞ എല്ലാ സ്ഥലവും നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഡോളറിൻ്റെ ആധിപത്യം ഇതെല്ലാം കാണിക്കാൻ വേണ്ടി അവരിത് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗങ്ങളായിട്ട് തുള്ളുന്നവർ മാത്രമാണ് ഈ പറഞ്ഞ ബാക്കി എല്ലാ പ്രത്യേകിച്ച് അറബിക് GCC കൺട്രീസ്. അവർക്ക് അവരുടെ രാജ്യത്ത് സമാധാനം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നും പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് അവർ എത്രയും കാശ് മുടക്കും. അമേരിക്കയെന്നും ഈ പറഞ്ഞ ഇസ്രായേലിനെയും എല്ലാം വൈറ്റ്സിനെയും യൂറോപ്യൻസിനെയും ഒക്കെ താങ്ങി അവരങ്ങനെ ജീവിക്കും. അതല്ലാണ്ട് അവർക്ക് ഈ പറഞ്ഞ ഇസ്രായേലിനെ നേരിട്ടടിക്കാനുള്ള ഒരു സൈനിക ശക്തി ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇന്റർനാഷണൽ ലോ വെച്ച് നോക്കുകയാണെങ്കിൽ, ലോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ഒരു പ്രകോപനം ഇല്ലാണ്ട് ഇങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കാനുള്ള കംപ്ലീറ്റ് റൈറ്റ്സും ഇപ്പോൾ അവർക്കുണ്ട്. പക്ഷേ തിരിച്ചടിക്കാൻ അവർക്കൊണ്ട് പറ്റില്ല. കാരണം തിരിച്ചടിക്കണമെങ്കിൽ അവർക്ക് അമേരിക്കയുടെ സപ്പോർട്ട്, അമേരിക്കയുടെ ആയുധം, അമേരിക്കയുടെ ബേസ് തന്നെ വേണം.
അത് വെച്ചിട്ട് ഒരിക്കലും അമേരിക്കയുടെ സപ്പോർട്ട് കൂടി ഈ പറഞ്ഞ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ അവർ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ പറഞ്ഞ പേപ്പറുകളിലും ഈ പറഞ്ഞ ന്യൂസ് ചാനലുകളിലും സ്വയം വന്നിട്ടും അപലപിച്ച് 4 പോസ്റ്റ് ഇടുക എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും ചെയ്യാൻ ഈ പാവങ്ങൾക്ക് പറ്റില്ല. ഇനി വേറെ വല്ല സാമ്പത്തിക ഉപരോധങ്ങളോ മറ്റു നയതന്ത്ര ഉപരോധങ്ങളോ വരുത്തണമെങ്കിൽ അത് അമേരിക്ക ത്രൂ തന്നെ വരുത്തണം. അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഈ പറഞ്ഞ അമേരിക്കക്കാരുടെ കാശും അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ കാശും ഈ പറഞ്ഞ ഇസ്രായേലീസിൻ്റെ എന്താ പറയുക ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും പല കമ്പനികളും ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ സാമ്പത്തികപരമായിട്ടും ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് ഇവർക്ക് ഒരു തരത്തിലുള്ള തിരിച്ചടികളും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പം ഈ ലോകക്രമം. പ്രത്യേകിച്ച് അമേരിക്ക, ഇസ്രായേൽ, മറ്റ് GCC കൺട്രീസ് തമ്മിലുള്ള ലോകക്രമം എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഇതിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങളെ തീർക്കും ആ അവസ്ഥയിലോട്ട് എത്തിച്ച് അറബിക് രാജ്യങ്ങളും എല്ലാം ഇപ്പം നമ്മുടെ എന്താ പറയുക അമേരിക്കനോട് നിങ്ങൾ ഇറങ്ങിപ്പോയി ഞങ്ങൾ വേറെ ആരെയും നോക്കിക്കോളാം എന്ന് പറഞ്ഞു പോകാനുള്ള ഒരു അവസ്ഥയിലല്ല അങ്ങനെ ആക്കി തീർത്തു. ഇത്രയും വർഷങ്ങൾക്കിടയിൽ നമ്മുടെ അറബിക് ഇസ്ലാമിക് കൺട്രി GCC കൺട്രീസ് ആ രീതിയിലോട്ട് ഇവർക്ക് അടിയറവ് പറഞ്ഞ് അവരുടെ കാൽച്ചോട്ടിലായി കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുണ്ടെങ്കിൽ ഒരു വലിയ ശക്തി ഇപ്പുറത്ത് വേറെ വേണം. എന്നിട്ട് അതിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അതിനിപ്പോൾ അവർക്ക് പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അവസ്ഥയിൽ അത്രയേ ഉള്ളൂ ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ട് അപലപനങ്ങളും കേട്ടിരിക്കാനേ നമ്മളോ അല്ലെങ്കിൽ ഇപ്പോൾ അറബിക് കൺട്രീസ് ആണെങ്കിൽ ഇവർ ആരാണെങ്കിലും അപലപിച്ച് തീർക്കാൻ മാത്രമേ ഇവരെ കൊണ്ട് പറ്റുള്ളൂ. അതല്ലാണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി അതല്ല തിരിച്ച് മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും. അതായത് അമേരിക്കയുടെ അധീനതയിൽ കഴിയുന്ന GCC കൺട്രീസ് ഇതിനെതിരെ വേറെ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ അതൊരു വല്ലാത്ത ഉയർത്തെഴുന്നേൽപ്പ് തന്നെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ വേണം. അവിടെ യുദ്ധം വേണം, വേറെ എന്തെങ്കിലും വേണമെന്നല്ല, മറ്റ് നയതന്ത്രപരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിക്കാൻ പറ്റുമെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവസരം. ഇതിനേക്കാൾ വലുതിനി കിട്ടില്ല. ഇത് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഈ പറഞ്ഞ ഇന്ന് തുടക്കത്തിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ നെതന്യാഹു ഹമാസിൻ്റെ പേര് പറഞ്ഞിട്ടും പല പേരും പറഞ്ഞിട്ടും സൗദിയിലും UAE-ലും ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെ അടി കിട്ടിക്കൊണ്ടിരിക്കും ഇടവേളകൾ അനുസരിച്ചിട്ട്.